കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. കൊട്ടാരത്തിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് മോഷണം പോയത്. ഗൗരി ലക്ഷ്മിബായി പോലീസിൽ പരാതി നൽകി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഗൗരി ലക്ഷ്മിബായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. പത്മനാഭസ്വാമിയുടെ ചിത്രം കൊത്തിയ ആഭരണങ്ങളും വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും മോഷണം പോയവയിലുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് മോഷണം നടന്നത്. ഇരുമ്പലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. 4 മാസം പോലീസ് രഹസ്യമായി അന്വേഷിച്ചിട്ടും വസ്തുക്കൾ കണ്ടെത്താനായില്ല എന്നാണ് വിവരം. ചാത്തന്നൂർ നിയമസഭാ സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് നൽകുന്നതിൽ എതിർപ്പ് ശക്തമാക്കി കോൺഗ്രസ്. രാജ്യഭീഷണിയുമായി ചാത്തന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയിലെ നേതാക്കൾ രംഗത്തെത്തി. മണ്ഡലത്തിലെ സേവ് കോൺഗ്രസ് ചാത്തന്നൂരിന്റെ പേരിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം അവസരം നൽകണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. പോസ്റ്റർ പ്രതിഷേധത്തിനിടെയാണ് പഞ്ചായത്തുകളിലെ സ്ഥാനങ്ങളടക്കം രാജിവെക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ ഭീഷണി മുഴക്കിയത്. ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകിയാൽ UDFിലേക്ക് എത്തേണ്ട ഇടതുവിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയ BJP ചാത്തന്നൂരിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. CP ജോണിനെ അനുനയിപ്പിക്കാൻ പുതിയ ഫോർമുല. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നിരിക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നു. അവസാന നിമിഷത്തെ ചർച്ചകൾ, വിട്ടുവീഴ്ചകൾ, തന്ത്രപരമായ സീറ്റ് കൈമാറ്റം എന്നിവ നേതാക്കളെ ചെറുതല്ലാത്ത രീതിയിൽ മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥയാണ്. പലയിടത്തും ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് സൂചനകൾ. ലീഗ് കൈവശം വെച്ചിരിക്കുന്ന കളമശ്ശേരിയിലാണ് ഇത്തവണ ഏറ്റവും വലിയ ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി P രാജീവിനെതിരെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് നേതൃത്വം വീണ്ടും ആലോചിക്കുന്നത്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ LDF. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൈകിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങാൻ പാർട്ടികൾ. തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെയായിരിക്കും പുറത്തിറക്കുക. BJP നാളെയായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. A ക്ലാസ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും BJP ആദ്യം പ്രഖ്യാപിക്കുക. ഇന്ന് നാളെയുമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗം കുറിക്കപ്പെടും. LPG പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി 92,700 ടൺ LPGയുമായി ശിവാലിക്, നന്ദാദേവി എന്നീ LPG ടാങ്കറുകൾ നാളെയും മറ്റന്നാളുമായി ഗുജറാത്തിലെ മുന്ദ്ര, കാണ്ട്ല തുറമുഖങ്ങളിലെത്തും. ശിവാലിക് LPG ടാങ്കറിൽ 46,000 മെട്രിക് ടൺ LPGയും നന്ദാദേവി LPG ടാങ്കറിൽ 46,000 മെട്രിക് ടൺ LPGയുമുണ്ട്. ഇന്ത്യൻ പതാകയുള്ള ഇവയ്ക്ക് സുരക്ഷയൊരുക്കാൻ 3 നാവികസേനാ കപ്പലുകളും പ്രദേശത്തുണ്ട്. കേന്ദ്ര സർക്കാർ ഇറാനുമായി നടത്തിയ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് ഹോർമൂസ് കടലിടുക്ക് പ്രദേശത്തുണ്ടായിരുന്ന കപ്പലുകൾക്ക് യാത്ര തുടരാൻ വെള്ളിയാഴ്ച രാത്രി അനുമതി ലഭിച്ചതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിരുന്നു.